ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് രണ്ടും ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മസാലയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി മസാലയാണ്. പിന്നെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള ആ ഒരു മാവും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മസാല ഒക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് നോമ്പായിക്കോട്ടെ അല്ലാത്ത സമയങ്ങളിലായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഷീറ്റിൽ ഈ മൈദയുടെ ഈ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചില ഷീറ്റൊക്കെ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവസാന സമയത്താണ് ഇതുപോലെ മൈദാമാവ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മസാല ബോക്സ് കേട്ടോ, മസാല ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് നമുക്കിതുപോലെ മസാല ബോക്സ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു മസാലയൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ പണി തീർന്ന് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയിൽ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. സമൂസ ഷീറ്റ് ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓരോ ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബോക്സ് ഇതുപോലെ എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മസാല ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 സമൂസയുടെ ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മസാല ബോക്സ് ആക്കിയതിന് ശേഷം ബാക്കി സമൂസ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഷീറ്റ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ സെയിം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ആക്കുന്നേ ഉള്ളൂ. ഇത് ഷീറ്റ് ഫോൾഡ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഈ ഒരു സമൂസ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ബോക്സും അതുപോലെ സമൂസയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി
നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു കളർ ചേഞ്ചായി വന്നാൽ നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ല ചീസിൻ്റെ നല്ല അടിപൊളി, ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ചീസിൻ്റെ ആ ഒരു ഇങ്ങനെ വലിഞ്ഞ ഒരു രീതിയിൽ കിട്ടുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഉറച്ചു പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബായ്, അസ്സലാമു അലൈക്കും.